നാട്ടിൽ ചെന്നാ എനിക്ക് എവിടെയെങ്കിലും ജോലി കിട്ടും പാർവമ്മേ. ഇവിടെ എങ്ങാനും ജോലി നോക്കാൻ പാടില്ലേ മോളെ? ഇവിടെ കിട്ടുന്നത് വീട്ടു ചെലവിന് പോലും തികയില്ല. അപ്പോ കുഞ്ഞിന് ഒരിക്കലും ഇങ്ങോട്ട് വരില്ലേ? പ്രശാന്തേട്ടൻ തിരിച്ചു വന്നാൽ ഞങ്ങൾ വരും. അന്ന് തീർച്ചയായും പാർവമ്മ വരണം. ഞാൻ ഒത്തിരി അടുത്ത് ജോലി നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെയായിരുന്നു. എന്തു ചെയ്യാ? അന്ന് പാർവമ്മയെ കാറയച്ച് കൂട്ടിക്കൊണ്ടു വന്നതാണ്. ഇന്ന് വണ്ടിക്കൂലി തരാൻ പോലും എനിക്ക് കഴിവില്ല പാർവമ്മേ. വേണ്ട മോളെ, ഉള്ളപ്പം വാരിക്കോരി തന്നതല്ലേ, അത് മതി. പിന്നെ പാർവമ്മയ്ക്കൊരാഗ്രഹമുണ്ട്. ഇത് മോള് തന്ന ശമ്പളത്തിൽ നിന്ന് മിച്ചം വെച്ച കാശ. ഇത് മോക്കിരിക്കട്ടെ. നാട്ടിൽ ചെന്ന് ജോലി കിട്ടാൻ താമസിച്ചാൽ കഴിയാമല്ലോ. അയ്യോ വേണ്ട പാർവമ്മേ. അങ്ങനെ പറയരുത് മോളെ. മോളുടെ അമ്മ തരുന്നതായിട്ട് കരുതി ഇത് വാങ്ങണം. എന്തിനാമേ നമ്മൾ ഇവിടെ വന്നത്? ഇനി ഇതാണ് മോനെ നമ്മുടെ വീട്. എന്ത് ചെയ്യാൻ സിസ്റ്റർ, ഒരു വേക്കൻസിയും ഇല്ല. നിങ്ങളൊക്കെ പോയ ഒഴിവിൽ അന്ന് തന്നെ ആളായി. ഇനി വല്ലതും വന്നാൽ തീർച്ചയായും സിസ്റ്ററിന്റെ കാര്യം പരിഗണിക്കാം. ഗൾഫിൽ നിന്നൊക്കെ ഒത്തിരി പേര് പിരിഞ്ഞു പോരുന്നുണ്ടല്ലോ. അവർ ഇങ്ങോട്ട് ഡൊണേഷൻ തരാൻ വരെ തയ്യാറാണ്. മോള് ബീസ്റ്റെന്നോ ബൂസ്റ്റെന്നോ പ്രീസ്റ്റെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ. ഞാൻ വണ്ടി നിർത്തൂല. വലിയ മലയാളിന്റെ ഓർഡറാ. മാന്തല്ലേ മാന്തല്ലേ മാറ്റി മാറ്റി പോകാൻ കുഴി മാന്തല്ലേ. വണ്ടി വണ്ടി സ്റ്റിയറിംഗ് കയ്യിൽ നിന്ന് പോകുമ്പോ കളിക്കല്ലേ. വണ്ടി കുഴിയിലാവും. വീട്ടിൽ ചെല്ലട്ടെ. വലിയ മലയാളോട് പറഞ്ഞു ൂരലിന്റെ അടി അപ്പം ഉണ്ടാവും. ലീവ് മൂന്നാല് 15 16 17 50 പൈസ. എന്ത് വെച്ച് പണ്ടാര് കാർബറേറ്ററിൽ കരട് കയറിയ മോളോട് ഇരിക്കെ
നോക്കട്ടെ. അത് ശരി. ഒരു ചെറിയ തകരാറ് നമ്മളെ ഇപ്പൊ ശരിയാക്കാം. ആഹാ. ആയ്. എന്താ പറയുന്നത്? നമ്മൾ എന്താണ് താമസിച്ചത്? ഓ സാഹിബാ, എനിക്കിന്ന് ഒരു ലോങ് ട്രിപ്പ് പോകാനുണ്ട്. നീ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ടോ? 30 ലിറ്റർ പഠിച്ചേ ഉള്ളൂ. ദാ ബില്ലുണ്ട്. അയ്യോ, എന്റെ ബില്ലെന്ത് ചെയ്യും? ബില്ലുണ്ട് സാർ. തീപ്പെട്ടി. എന്തിനാ? ഇന്നലെ 20 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് 30 ലിറ്റർ പെട്രോളിന്റെ രൂപ വെച്ച് ഞാൻ പറയും. സത്യമായിട്ട് ഞാൻ 30 അടിച്ചതാ. വല്ല കളിതമാശം പറഞ്ഞ് കുഴപ്പമുണ്ടാക്കല്ലേ? ഞാൻ കണ്ടതാ. ഗംഗയിൽ വെച്ച് 20 നായപ്പോ നിന്നത്. എന്നിട്ട് കള്ളബില്ല് മേടിച്ച്. ആ ബില്ല് എന്റെ കയ്യിലുണ്ട്. എന്റെ പൊന്നുമോളെ, മുതലാളിയുടെ അങ്ങ് മിണ്ടല്ലേ. മുതലാളി പറഞ്ഞാൽ ഇന്ന് തന്നെ ഞാൻ ഔട്ടാവും. ഞാൻ പറയും. എന്റെ കണ്ണല്ലേ? അല്ല, മൂക്ക. ഞാൻ പറയുന്ന പോലെ അനുസരിക്കാമോ? എന്നാൽ മായമയുടെ വീട്ടിലേക്ക് വണ്ടി വിട്. ഉയ്യോ, മുതലാളി പറഞ്ഞ കുഴഞ്ഞു പോവും. എന്നാൽ ഞാൻ പറയും. എന്നാ വിടാം. കുഞ്ഞുവാവേ, കുഞ്ഞുവാവേ, അക്കച്ചി. അമ്മേ, അമ്മേ, എന്റെ അക്കച്ചി വന്നു. എന്റെ കുഞ്ഞുവാവേ. ചക്കിമോളെ, മായമ്മേ. മായമ്മേ, മായമ്മ എന്താ ചക്കിമോളെ കാണാൻ വരാത്തെ? എന്റെ പൊന്നുമോളെ, മായമ്മേ, എന്റെ ഡാഡി എവിടെ മായമ്മേ? ഡാഡി എപ്പോ വരും? ഡാഡി മായമ്മേ, സ്കൂളിൽ പോകാൻ. മോള് സ്കൂളിൽ പോ, സമയം കഴിഞ്ഞു. അക്കച്ചി, സ്കൂളിൽ നിന്ന് വേഗം വരണം. വരാൻ കുഞ്ഞുവാവേ. ചാച്ചാ, ഏയ്, ആ വണ്ടി മോളിൽ ഇറങ്ങി പോയി. കുഞ്ഞുവാവേ, ചാച്ചാ. ചാച്ചാ, കുഞ്ഞുവാവേ. ഇത്തരം കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നത് ബുദ്ധിമുട്ടാണ്. പണം ഉടനെ എത്തിച്ചു തരണം. അത് കിട്ടിയാൽ ഉടൻ ഫിനിഷ് ചെയ്തേക്കാം. वो नहीं हो सकता. अरे यार, इसमें कोई वादा नहीं है. വിശ്വാസം, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വിശ്വാസമില്ല. പിന്നെയല്ലേ നിങ്ങളെ. പൈസ ജൽദി ഭേദോ, സംസാ?
വേണ്ട കുഞ്ഞുവാവേ, അക്കച്ചി ചോറ് തരാം. ആ. ഇതാ അയ്യോ മോളെ, മോള് ഉച്ചക്ക് പട്ടിണിയാവൂലേ? ഇയാള് മിണ്ടണ്ട. മിണ്ടുന്നില്ല. കുഞ്ഞുവാവ് പോയിക്കോ. അക്കച്ചി സ്കൂളിൽ വിട്ടിട്ട് വീട്ടിൽ വരാം. വരണേ അക്കച്ചി. വരാം കുഞ്ഞുവാവേ. അക്കച്ചി പോട്ടെ. ഇനി വിട്ടോ. ടാറ്റാ, ടാറ്റാ, കുഞ്ഞുവാവേ ടാറ്റാ, കുഞ്ഞി ടാറ്റാ, 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 ടാറ്റാ. അക്കച്ചി ചിന്താവാ, അക്കച്ചി ചിന്താവാ, അക്കച്ചി ചിന്താവാ, അക്കച്ചി ചിന്താവാ, അക്കച്ചി ചിന്താവാ, ഇത് എവിടെ നിന്ന് കിട്ടി മോനെ? അക്കച്ചി തന്നതാ. എനിക്ക് തിന്നാനാ. ഞാൻ തിന്നോട്ടെ അമ്മേ? നിന്നോട് ആര് പറഞ്ഞു ഇത് മേടിക്കാൻ? പാവം ചക്കിമോൾ ഉച്ചയ്ക്ക് പട്ടിണി ഇരിക്കില്ലേ? അമ്മേ, എനിക്ക് വിശക്കുന്നു അമ്മേ. മോൻ കരയാതെ. അമ്മ ഇത് കൊണ്ടുപോയി അക്കച്ചയ്ക്ക് കൊടുത്തിട്ട് വരാം. വന്നിട്ട് മോന് കപ്പ വിഴുങ്ങി തരാം. കുഞ്ഞുവാവേ, കുഞ്ഞുവാവ എന്താ അത് കഴിക്കാതിരുന്നത്? അമ്മ വഴക്ക് പറഞ്ഞു. പിന്നെ കുഞ്ഞുവാവ എന്ത് കഴിച്ച്? അമ്മ കപ്പ പിഴിഞ്ഞി തന്നു. ദാ അക്കച്ചിക്ക് വെച്ചിട്ടുണ്ട്. തിന്ന അക്കച്ചി. കുഞ്ഞുവാവ അക്കച്ചിയുടെ കൂടെ വാ. അക്കച്ചി കുഞ്ഞുവാക്കി ഐസ്ക്രീം, കേക്ക്, ബിസ്ക്കറ്റ് ഒക്കെ തരാം. എല്ലാം തരുവാ അക്കച്ചി? തരാം, തീർച്ചയായിട്ടും തരാം. എന്നാ ഞാൻ വരാം. ശരി, നമുക്ക് പോവാം. വാ കുഞ്ഞാവേ. വാ കുഞ്ഞാവേ. സംഭവാമി യുഗേ യുഗേ. വാ. ഈ കുട്ടി ഏതാ മോളെ? എന്റെ കുഞ്ഞോവയാ. വാ കുഞ്ഞോവ. ഇപ്പൊ കൊള്ളാം. കണ്ണാടി നോക്ക്. കൊള്ളാമോ? ഇനി പോയി നമുക്ക് വെള്ളം കഴിക്കാം. വാ. ഇതെല്ലാം എനിക്കാണോ അക്കച്ചി? ഇതെല്ലാം കുഞ്ഞോവയ്ക്കാ. കഴിക്ക്. അക്കച്ചി ഇനിയും തരാം. തിന്നട്ടെ അക്കച്ചി? തിന്നു കുഞ്ഞോവേ. ഇതേതായി കുട്ടി? ഇതാ നേഴ്സിന്റെ കുട്ടിയല്ലേ? ഏത് നേഴ്സ്? നമ്മുടെ പ്രസാദനെ കറക്കിയെടുത്ത് വരുത്തിയില്ലേ? അവളുടെ സന്താനമാണ്. ബന്ധം സാധിക്കാൻ വന്നതായിരിക്കും. ആരാടാ എനിക്കൊരു കടത്തി വിട്ടത്? ഇതിനെ പിടിച്ച് പുറത്താക്കടാ. ഓടാ പുറത്ത്. നിന്നോടാ പറഞ്ഞു പോവാൻ. എടാ പോവാൻ പുറത്ത്. നിന്നോടാ ഓടിയാത്ത്. എന്റെ ഭഗവതി, എനിക്കിത് കാണാൻ വയ്യ. മോനെ, ഞാൻ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാം. ജോലി പോയാലും വേണ്ടില്ല. ഈ കുഞ്ഞ് ഏതാ രാജപ്പ? നമ്മുടെ മായസിസ്റ്ററിന്റെ മോൻ. മേനോൻകുട്ടിയുടെ കൊച്ചുപടിയോ? മോനെ, മക്കൾ എന്തിനാ കരയണത്? വലിയ വീട്ടിലെ രഹസ്യം പുറത്തു പറയാൻ പാടില്ലെന്നുള്ള നിയമം. പക്ഷെ ഞാനത് പറയും. അമ്മാവാ,
തുഷാരെ ബോർഡിംഗിൽ അയക്കുന്നതല്ലേ നല്ലത്. നോ, ഈ വീടിന്റെ ഐശ്വര്യം അവളാണ്. അവൾ ഇവിടെ തന്നെ വളരണം. അതിനുവേണ്ടിയാണ് അവളുടെ അമ്മ വീട്ടുകാരുമായി തന്നെ പിണങ്ങേണ്ടി വന്നത്. പക്ഷെ തുഷാര മറ്റേ അലവലാതി കൊച്ചിനെ ഇനി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാലോ? അത് തടയാൻ എനിക്ക് കഴിയും. വേരാമലാലേ, ഈ നാശത്തിന് നീന്തൽ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നത് നാശമോ? പിന്നെ ഇതിനെങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്? ഇത് ചെറ്റക്കുട്ടികൾക്കുള്ള അനാഥാലയമല്ല. ഇവൻ ചെറ്റക്കുട്ടിയോ? ഇവനുണ്ടാക്കിയ തന്റെ മോൻ ചെറ്റയാടോ? എന്നാൽ അവന്റെ തന്ത ചെറ്റയായിരിക്കണം. വീട്ടിൽ കയറി ഒന്ന് അനാവശ്യം പറഞ്ഞാ ഉണ്ടല്ലോ, വിവരം അറിയും. പന്നീന്റെ മോനെ, നീയാണോ നമ്മളെ വിവരം പഠിപ്പിക്കാൻ വരുന്നത്? രാജു, നമ്മൾ പോണം. നിങ്ങൾക്ക് ഇവനെ വേണ്ടെങ്കിൽ ഇവനെ നമ്മൾ വളർത്തും. വയസ്സ് 19 ഇവനെ പോറ്റാനുള്ള കഴിവ് നമുക്ക് പഠിച്ചോണ്ട് അതിനുണ്ട്. മാമനെ, കുറെ മുതലാളിമാര് വന്നിക്കണം. അമ്മാവന്റെ സുഹൃത്ത് പറഞ്ഞതൊക്കെ കേട്ടല്ലോ. അമ്മാവനോട് നിന്നുകൊണ്ട, അല്ലെങ്കിൽ നായമോളെ, കുഞ്ഞിനെ വെറുതെ വയക്ക് പറയരുത്. അത് പടച്ചും പൊറുക്കൂല. അതിനെന്തറിയാം? പാവം, അത് പേടിച്ചു പോയി. ഇതാ മോളെ, ഇത് വെച്ചോ. കുഞ്ഞിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക്. വാങ്ങും മോളെ. എന്നാല് നമ്മൾ ഇറങ്ങട്ടെ മോളെ. അച്ഛന്റെ വീട് കാണാൻ പോയടോ മോനെ. നല്ല സ്വീകരണമായിരുന്നു അല്ലേ? എല്ലാവരും മോനെ തുമ്മ വെച്ചു. നീ എന്തിനാടാ ഈ മഹാഭാവിയുടെ വയറ്റിൽ പിറന്നത്?